ഡൽഹിക്ക് മുമ്പിൽ മുട്ടുമടക്കി മുംബൈ ഇന്ന് ഒരു കംപ്ലീറ്റ് ഡൽഹിയുടെ ഡോമിനൻസ് കണ്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈക്ക് 122 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മുംബൈക്ക് നല്ലൊരു തുടക്കം കിട്ടിയില്ല. നല്ലൊരു ഓപ്പണിംഗ് കിട്ടുകയാണെങ്കിൽ T20 നല്ലൊരു സ്കോർ വരും. പക്ഷേ മുംബൈക്ക് കഴിഞ്ഞ കളിയിലെ പോലുള്ള ഒരു ഫയർ പ്ലേ ഓപ്പണിംഗ് കിട്ടിയില്ല. പക്ഷേ രോഹിത് ശർമ്മ കളിച്ചു 35 റൺസ്. പിന്നെ ആകെ കളിച്ചത് മിഡിൽ ഓവേഴ്സിൽ സൂര്യകുമാർ യാദവാണ് 35 ബോൾസിൽ 51. അത് വലിയ എഫക്റ്റീവ് ആയില്ല. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് പോയതുകൊണ്ട് അവർക്ക് പ്രഷർ ബിൽഡായി. അതുകൊണ്ട് 162 എടുക്കാൻ കഴിഞ്ഞുള്ളൂ. സെക്കൻഡ് ബാറ്റ് ചെയ്ത ഡൽഹിക്ക് തുടക്കത്തിൽ 2 വിക്കറ്റ് പോയായിരുന്നു പവർ പ്ലേയിൽ. പക്ഷേ പതുങ് നിസംഗ ആൻഡ് റിസ്വി ഒരു ഇമ്പാക്ട് പ്ലെയറാണ് റിസ്വി എന്ന് ഇന്നും പ്രൂവ് ചെയ്തു. റിസ്വിക്ക് നല്ലൊരു കിഡിലൻ IPL ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. പുള്ളി ഇതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മികച്ചൊരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ബിഗ് ഷൗട്ട് ഔട്ട് ടു ഡൽഹി ബൗളേഴ്സ് ആൻഡ് ദ കോച്ച്. കാരണം കഴിഞ്ഞ കളിയിൽ ഞാൻ എടുത്തു പറയാൻ പറ്റിയില്ല ഹേമന്ത് ബദാനിയെ കുറിച്ച്. പുള്ളിയുടെ ക്യാപ്റ്റൻസി ഭയങ്കര കിടനായിരുന്നു. പഞ്ചാബിനെ പോലെ തന്നെ ഡൽഹിയുടെ ബോളിംഗ് നേരെ മികച്ചതാണ്.